അതെ, ഞാൻ ബോഗൺവില്ലയുടെ ഒരു 3-4 ചട്ടി വാങ്ങിച്ചിരുന്നേ. ഇതിലൊക്കെ നിറച്ച് ബുഷിയായിട്ട് ബോഗൺവില്ല നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഇതെല്ലാം കൊഴിഞ്ഞു പോയി. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതിന് പൂ വരാനായിട്ടുള്ള വളം കൊടുത്തപ്പോൾ ഈ വൈറ്റ് ബോഗൺവില്ലയിൽ നിറച്ച് പൂവായി. ഈ തണ്ടിൽ പൂ ഉണ്ടായിരുന്നില്ല. ആദ്യം ഉണ്ടായിരുന്ന തണ്ടിലായിരുന്നു പൂ. പക്ഷേ ഇപ്പോൾ പുതിയ തണ്ടിലെല്ലാം പൂ വന്നു. പഴയ തണ്ടിലെല്ലാം ലീഫെല്ലാം കിളിർത്ത് വന്ന് ആ ഒരു ബോഗൺവില്ല നല്ല ഉഷാറായി. ആ പ്ലാന്റ് മൊത്തത്തിൽ ഗ്രോത്തായി. പക്ഷെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പ്ലാന്റിന് ഞാൻ എത്ര വളം കൊടുത്തിട്ട് അത് ഗ്രോത്ത് ആവുന്നില്ല. അതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞു പോകുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷെ ചെറുതായിട്ട് അതിന് കൂമ്പായിട്ട് ഇലകൾ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഇല കണ്ടില്ലേ, ഇത് നോക്കിയേ, പുതിയ ഇലകൾ വരുന്നുണ്ട്, അന്ന് നിറച്ച് വരുന്നില്ല. അതെല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ തൊടുമ്പോൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് കുറേ ഇലകളൊക്കെ. എന്താണെന്നറിയില്ല കേട്ടോ. ഞാൻ ഇതിന് വളമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫ്ലവർ ഉണ്ടാവാനുള്ള വളമാണ് ഞാൻ ഇപ്പോൾ കൊടുത്തത്. ഇത് ഞാൻ പ്ലാന്റേഷൻ നടത്തുന്ന ടൈമിൽ ഇതിന് ഞാൻ ഉണക്കച്ചാണകവും അങ്ങനെയുള്ള പൊടികളൊക്കെ കൊടുത്തിരുന്നു വളങ്ങളായിട്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ചും കൂടെ ബോഗൺവില്ല ഉണ്ട് കണ്ടോ. ഇതും അതിനോട് സെയിം ആയിട്ട് തന്നെ വരുന്നതാ. ഇതിനും ഞാൻ വളം കൊടുത്തതാണ്. പക്ഷെ ഇതിൻ്റെ ഇല കണ്ടില്ലേ, കരിഞ്ഞിരിക്കുന്നത്. അത് തൊട്ടാ കൊഴിഞ്ഞു വീഴുന്നുണ്ട് കണ്ടോ, കൊഴിഞ്ഞു വീഴുന്നുണ്ട്. അതിന് കൂമ്പ് വരുന്നുണ്ട്. പക്ഷെ ആ പ്ലാന്റും അത്ര ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വരുന്നില്ല. പിന്നെ ദേ അറ്റത്തൊരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് കണ്ടോ, ആ മതിലിൽ. ആ പ്ലാന്റ് എന്ന് വെച്ചാൽ അതിൽ നിറച്ച് പിങ്ക് കളറായിരുന്നു. പിങ്ക് കളറിൽ ബുഷിയായിട്ട് നിന്നായിരുന്നു. ഒരു ദിവസം അത് ഫുൾ ആ ഫ്ലവർ കൊഴിഞ്ഞു പോയി. പക്ഷെ ഇതിന് ഞാൻ പൂവുണ്ടാവാനായിട്ടുള്ള വളം ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ നിറച്ച് ഇലയുണ്ടായി. ചെറിയ കൂമ്പുകളെല്ലാം വന്ന് ഇലകളെല്ലാം വലുത്. ഇത് നല്ല ഗ്രോത്തി പ്ലാന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇനി ഫ്ലവർ ഉണ്ടാവാനായിട്ടുള്ള മുട്ടുകളൊന്നും ഇതുമ്പോൾ കാണുന്നില്ല. ഈ സീസണിൽ നമുക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അടുത്ത സീസണിൽ എന്തായാലും ഉണ്ടാവും. ഈ പ്ലാന്റ് എന്തായാലും പിടിച്ചു കിട്ടിയിട്ടുണ്ട്, നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോഗൺവില്ലയുടെ വിശേഷങ്ങളായി നമുക്ക് വേറൊരു ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.